ഇപ്പോൾ ഒരു പ്രതികരണം നമുക്ക് തേടേണ്ട സാഹചര്യമുണ്ട്. ഷാജിമോൻ എന്ന വ്യക്തി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാജിമോൻ, താങ്കൾ ഇപ്പോൾ എവിടെയാണുള്ളത്? നിങ്ങളൊക്കെ സുരക്ഷിതരാണോ? എത്ര പേര് രക്ഷപ്പെടുത്താനായിട്ടുണ്ട്? ഏതെങ്കിലും ഏരിയയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുള്ളതായി അറിയുമോ? ഞങ്ങൾ ഈ ദുരിതാശ്വാസ ഇത്ര നേരം ഞങ്ങളെ ദുരന്ത ബാധിത പ്രദേശത്തായിരുന്നു, ചൂരൽമലയിലായിരുന്നു. ഇപ്പൊ ഞാൻ ദുരിതാശ്വാസ ക്യാമ്പിന്റെ അവിടേക്ക് വന്നതാണ്. അവിടെ മുണ്ടക്കൈ ഭാഗത്താണ് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്. മറ്റുള്ള ഭാഗത്തു നിന്നുള്ള ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ബോഡി ഇപ്പോഴും മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥ. എത്ര പേര് ഏകദേശം ആ മേഖലയിൽ ഉണ്ടായിരുന്നു? ആ മേഖലയില് ഞാൻ താമസിച്ചിരുന്നത് ചൂരൽമല ഹൈസ്കൂൾ റോഡ് എന്ന് പറഞ്ഞ പ്രദേശത്താണ്. ആ പ്രദേശത്ത് മാത്രം 105 വീടുകൾ, എനിക്ക് നേരിട്ടറിയാവുന്ന 105 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ട്. അതില് ഒരു 40ഓളം വീടുകൾ ചൂരൽമല ടൗണിന് മറുവശത്തായിട്ട് അട്ടമല ഭാഗത്തും, മുണ്ടക്കയിൽ ഒരു 100ന് മുകളിൽ വീടുകൾ മുണ്ടക്കൈ ഭാഗത്തും പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുണ്ട്. അതില് മുണ്ടക്കൈ ഭാഗത്ത് ഉള്ളവരെ കാഷ്വാലിറ്റി എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അങ്ങോട്ട് പാലം തകർന്നു പോയതുകൊണ്ട്, ചൂരൽമല പാലം തകർന്നു പോയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. താങ്കൾ പറഞ്ഞുവല്ലോ, അറിയാവുന്ന ആ ഏരിയയിലെ വീടുകളെല്ലാം ഒലിച്ചുപോയി. ആർക്കെങ്കിലും ഓടി രക്ഷപ്പെടാനോ മറ്റോ കഴിയുന്നതായി അറിവുണ്ടോ? അതിൽ കൂടുതൽ അടിയിൽ പെട്ടുപോയിട്ടുണ്ടാകുമോ എന്ന ആശങ്കയാണ് നമ്മെ സംബന്ധിച്ചോളം ഉള്ളത്. കുറച്ചു പേരെല്ലാം ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ട്. ഇപ്പൊ എന്റെ ഒരു അടുത്ത സുഹൃത്ത് ആയിട്ടുള്ള വിജയൻ എന്ന് പറയുന്ന ആള്, ഒരു പൊതുപ്രവർത്തകൻ. അദ്ദേഹം ആളുകളൊക്കെ മാറ്റുന്നതിനിടയിൽ ഒരു 10-14 പേരോളം അയാൾ മാറ്റി സുരക്ഷിത സ്ഥാനത്തെത്തി. അയാളുടെ അമ്മയും സഹോദരിയെ മാറ്റുന്നതിനിടയിലാണ് അയാളുടെ കയ്യിൽ നിന്ന് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുറെ പേരെയൊക്കെ മാറ്റാൻ അവിടുത്തെ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, പൊതുപ്രവർത്തകർക്കൊക്കെ. പക്ഷെ അതില് അതിഭീതിതാണ്. ഒരു 60% വീടുകളിലും ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള വസ്തുത. ഈ പല വീടുകളിൽ ഈ ശേഷിക്കുന്നിടത്തൊക്കെ കയറി പരിശോധിക്കുന്നുണ്ട്. കാരണം നദിക്കരയിൽ ഈ കുത്തൊഴുക്കുണ്ടായതിന്റെ ഇരുവശങ്ങളിലും ചില അവശേഷിക്കുന്ന വീടുകളിലൊക്കെ തന്നെ അവിടെയൊക്കെ ആളുകൾ ഉണ്ടായിരിക്കാമല്ലേ? അവിടെയൊക്കെ ഉണ്ടായിരിക്കാം. നമുക്കിപ്പോ ഞങ്ങൾ അതിലേക്ക് നടന്ന് പരിശോധിച്ചത് മുകളിൽ കാണുന്ന മൃതശരീരങ്ങളുണ്ടോ അല്ലെങ്കിൽ മനുഷ്യരുണ്ടോന്നോ പരിശോധിച്ചുള്ളൂ. ശരിക്കും അതിനകത്ത് ചളിക്കടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അത് നമ്മളെ ഹിറ്റാച്ചിയോ JCB അങ്ങനെയുള്ള യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ സാധ്യമാകുള്ളൂ. ഈ സമയത്ത് അങ്ങോട്ട് അത്തരം കാര്യങ്ങൾ എത്തിക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ നിന്ന് ഒലിച്ചു പോയിട്ട് നമ്മളെ ഏറാട്ടുപുഴ എന്ന് പറയുന്ന സ്ഥലത്തും കാടിനരികിലൊക്കെ മൃതദേഹങ്ങൾ കിടക്കുന്നുണ്ടെന്ന് പലരും വിളിച്ചു പറയുന്നുണ്ട്. പാതിരിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടുന്ന് കുറച്ചൊരു 8 കിലോമീറ്ററോളം താഴെ. അവിടെ ഒരു 5 മൃതദേഹങ്ങളോളം ഉണ്ടെന്ന് ഇപ്പോ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞിരുന്നു. സ്ഥിരീകരിക്കാവുന്നതാണല്ലേ? അതെ. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത്. അപ്പോൾ അവിടേക്കൊക്കെ എത്താൻ കഴിയുമോ ഇപ്പോൾ? അവിടേക്ക് നമ്മൾ ഇവിടുന്ന് മേപ്പാടി കഴിഞ്ഞ് വന്ന് റിപ്പണിലൂടെ പോകണം. റിപ്പൺ എന്ന് പറയുന്ന സ്ഥലത്തൂടെ ഒരു 23 കിലോമീറ്ററോളം പാസ് ചെയ്ത് വേണം വന്ന് അതിലെ വേറൊരു വഴിയിലൂടെ ഇറങ്ങണം അങ്ങോട്ട്. അവിടേക്ക് എത്തിച്ചേരുക വലിയ പ്രയാസമാണല്ലേ? പ്രയാസമാണ്. അപ്പോൾ ഇപ്പോൾ ഇത്ര പേരെ നമുക്ക് ഈ രക്ഷാപ്രവർത്തനം നടത്തി രക്ഷിച്ച് ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഏകദേശ കണക്കറിയാമോ? ഏകദേശം കണക്ക് പറയാൻ പ്രയാസമാണ്. കാരണം പല ഭാഗങ്ങളിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. പല രക്ഷാപ്രവർത്തകർ പല ഭാഗത്തു നിന്ന് ആളുകളെ രക്ഷിച്ചിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പ്രയാസമാണ്.